അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ വെക്കേഷനൊക്കെ തകർത്തോണ്ട് നിക്കാണ് കേട്ടോ. ഈ ഒരു മാസം കഷ്ടിച്ച് പകുതിയും കൂടി ഉള്ളു ഇനി സ്കൂൾ തുറക്കാനൊക്കെ. അപ്പൊ ഇന്നിപ്പോ കിച്ചുവിന് ഭയങ്കര ആഗ്രഹം, ചക്കപ്പുഴുക്ക് വേണം, മീൻകറി വേണം, കൊതിയാവണം അമ്മ കഴിക്കാൻ. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, രാവിലെ തന്നെ പോയിട്ട് ചക്കൊക്കെ പറിച്ച് നല്ല മുഴുത്തൊരു ചക്കനെ കിട്ടി. നല്ല മൂത്ത ചക്ക കേട്ടോ. അപ്പൊ ഇനി മുറിച്ച് നോക്കിയാലും അറിയാം, പഴുക്കാൻ അതിനാവല്ലേ, മധുരം വെച്ചാവോ. ഇവന് ഭയങ്കര ആഗ്രഹം ചക്കപ്പുഴുക്ക് തിന്നണം എന്നുള്ളത്. അപ്പൊ നമുക്ക് ഇവന് ഒരു ചക്കപ്പുഴുക്കണ്ട ഉണ്ടാക്കി കൊടുത്താലോ? അപ്പൊ ഉണ്ടാക്കി കൊടുക്കുന്നു. നല്ല സോഫ്റ്റ് ചക്കപ്പുഴുക്കും മീൻകറിയും അല്ലേ? മത്തിക്കറി അല്ലടാ? മത്തിക്കറി പറ്റാണെങ്കിൽ ഒരു ചമ്മന്തി അല്ലേ? അപ്പം എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അല്ലെ. നമുക്ക് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുന്ന കുറച്ച് വിശേഷങ്ങളിൽ കാണിക്കാം നമുക്ക്. അപ്പൊ അത് നമ്മളെ സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന നാടൻ രീതിയിൽ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമുക്ക് ചക്ക മുറിച്ച് നോക്കാട്ടോ. നമുക്ക് ചക്ക മുറിച്ച് നോക്കിട്ട് അത് പഴുത്തോ സംശയമുണ്ട്. മഞ്ഞ കളർ കാണേ, പഴുത്താണോ? അതെ പഴുത്തുണ്ട്. ഇതും പഴുത്ത മണുണ്ട്. പഴുത്തു, നല്ല മധുരം. കറി വെക്കല് പാളിയോ? നോക്കട്ടെ അന്നാ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഇന്ന് നമ്മള് ചക്കപ്പുഴുക്കും മീൻകറി അല്ലേ ഉദ്ദേശിച്ചത്. പ്ലാൻ അങ്ങോട്ട് മാറ്റി പ്ലാൻ ബിയിലോട്ട് മാറി നമുക്ക് ചക്കയോണ്ട് വേറെ വെറൈറ്റി ഒരു അടിപൊളി കിടിലൻ സാധനം ഉണ്ടാക്കി കാട്ടി കൊടുക്കാം നമുക്ക്. അപ്പം ജാമ് ഇങ്ങനെ വരട്ടി എടുക്കണോ, പായസം ആക്കണോ, പിന്നെ ജാമു മരിക്കാക്കണോ, എന്ത് വേണം? നല്ല വരട്ടി ഇങ്ങനെ എടുത്താലോ, നെയ്യൊക്കെ ചേർത്ത്. ഇലയിലിട്ടോ? ഇലയുടെ ഇഷ്ടം നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം എന്താ ഉണ്ടാക്കണോ. നല്ല ചോളട്ടോ, നോക്ക്. തിന്നോ. ഇത് എവിടുന്ന അറിയോ? എവിടുന്നാ? നമ്മളാ 7 ഏക്കറിന്റെ വീഡിയോ ഇട്ടില്ലായിരുന്നു? ഏത്? ഇന്നലെയാണ് അവിടെ ഒരു ആള് വന്നായിരുന്നു. അവരെ കൊണ്ടേ കാണിക്കാൻ വേണ്ടി പോയപ്പോ അപ്പൊ എന്താ ആക്കണ്ടേ നിങ്ങളെ തീരുമാനം? ചക്ക നമുക്ക് വരട്ടാനാണെങ്കിലും പായസാണെങ്കിലും അടയാണെങ്കിലും എന്താണേലും കുറച്ച് നെയ്യ് വേണം. നെയ്യില്ലാത്ത സംഭവം നടക്കൂല. വരട്ടിങ്ങനെ എടുക്കാനാന്നുണ്ടെങ്കിൽ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് ഇങ്ങനെ മൂപ്പിച്ചിട്ട് ഇലയുടെ നമുക്ക് വേറെ ഇലയുടെ ഉണ്ടാക്കി തരാം. കുറച്ച് ഇലയുടെ ഉണ്ടാക്കാം അല്ലേ? കുറച്ചെടുക്കൂലേ? ചക്ക നല്ല പഴുത്ത ചക്കയാണ് നോക്കി. ഇതുകൊണ്ട് ഇപ്പൊ എന്തുണ്ടാക്കണം എന്നൊരു തീരുമാനം നമുക്ക് കിട്ടണില്ല കേട്ടോ. സംശയം എന്താക്കും എന്നുള്ളത്. പഴുത്ത ചക്കയായി പോയി. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിക്കണ എന്താ വെച്ചാ വരട്ടി എടുക്കാനാ. നല്ല അപ്പത്തിന് കൂട്ടാ, ബ്രെഡിന് കൂട്ടാ. എന്നിട്ട് നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് എടുക്കാം. റോട്ടിൽ കൂടെ പോണവര് നോക്കണം ഇവരെന്താ വാർപ്പിന്റെ വല്ല പരിപാടി. അപ്പം പറിച്ചോളി, എന്നാ ചോള പറിച്ചിട്ടോളൂ. ഓരോന്നോരോന്നായി പറിച്ചിട്ട് ഏതായാലും നമുക്ക് ഏതെങ്കിലും ഒരു തീരുമാനത്തേക്ക് എത്തുന്നതിന് മുന്നേ നമുക്ക് വെയിലാണ്, പെട്ടെന്ന് നമുക്ക് ചോള പറിച്ചെടുക്കട്ടോ. എന്നാ അത് പറിച്ചോന്നാ. കിച്ചുവിനും തന്നാലോ ഒരെണ്ണം, ഒരു പീസ് ചോള പറിച്ചിടാന് പറ്റൂടാ നിനക്ക്? നീ അവിടെ തിന്നിരിക്കാൻ ഞങ്ങളിവിടെ നന്നാക്കല്ലേ? നമ്മളെ പ്രതീക്ഷകളൊക്കെ പാളിയില്ലേ.
നമ്മളൊന്ന് മീൻകറി വെക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കല്ലേന്നോ മത്തിക്കറിയെല്ലാം. ആ ഉണ്ടാക്കാൻ പറ്റോ? ഉണ്ടാക്കാൻ പറ്റുമോ? ഉണ്ടാക്കും നമ്മളെ. നീ ചക്കക്കൊതിയനാണോ? എനിക്ക് ചക്ക ഇഷ്ടവാ. കിച്ചു ഞാൻ എണ്ണക്കുപ്പി നിർത്തിടാ. പഴുത്താണ്ട് പിന്നെ വലിയ അതിന്റെ കറ അധികമില്ല. കിച്ചു പണ്ട് കാലത്തൊക്കെ ഈ കഞ്ഞിയും ചോറൊന്നും അല്ല എല്ലാരും കഴിക്കുക. ഇങ്ങനെ ചക്ക കൂട്ടാന്, പഴുത്ത ചക്ക, ചക്കപ്പുഴുക്കും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് എല്ലാരും കഴിക്കുക. അന്നുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര ആരോഗ്യമായിരിക്കും, അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല എല്ലാവർക്കും. എല്ലാരും ഇങ്ങനെയുള്ള നാടൻ സാധനങ്ങളൊക്കെ കഴിക്കുക. ഇപ്പോഴല്ല എല്ലാരും പുറത്തു പോയിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങിയത്. അപ്പൊ ചക്ക ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയാ, അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല, എനർജി ഉണ്ടാവും അല്ലേ, പവർ വരും അല്ലേ, ശക്തി ഉണ്ടാവും, അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതില് കെമിക്കലുകളൊന്നും ചേർക്കാത്ത സാധനങ്ങളല്ലേ, പ്രകൃതി വിഭവങ്ങളല്ലേ ഇതൊക്കെ. ആ അപ്പം അന്നത്തെ കാലത്ത് എല്ലാരും ചക്കൊക്കെയാണ് കൂടുതൽ കഴിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ കറികളാണെങ്കിലും അങ്ങനെ സാമ്പാറൊന്നും അങ്ങനെ അധികാരം വെക്കില്ല. അതേപോലത്തെ ചക്കക്കുരു ഇങ്ങനത്തെ കുരു എല്ലാം കഴുകി ഉണക്കി സൂക്ഷിച്ചു വെക്കും. അതേപോലെ ചക്ക അരിഞ്ഞിട്ട്, ചക്കേന്റെ സീസൺ ആയ ഫുള്ള് ചക്ക വിഭവങ്ങളൊക്കെ ആയിരിക്കും. ഇത് അരിഞ്ഞ് മറ്റേ വറുത്ത് വെക്കും, പായസമാക്കും. അങ്ങനെയുള്ള വിഭവങ്ങളൊക്കെയാണ് പണ്ട് കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്. നിനക്ക് ചോള വറക്കാനില്ലേ? പിന്നെ ഉണ്ടല്ലോടാ, ഈ ചക്കൊന്നും ആരും ഇങ്ങനെ ഇപ്പൊന്നും ആരും ഇങ്ങനെ ഉണ്ടാക്കാൻ അങ്ങനെ മെനക്കണായിരിക്കൂല. ഇതിന്റെ ഈ കറ ഉണ്ടല്ലോ, ചക്ക വളങ്ങി, ഈ അരക്ക് കയ്യെ പറ്റുന്നതിന് മടിയായിട്ട് ആരും അങ്ങനെ ഉണ്ടാക്കലൊക്കെ വെറുതെ. ഞങ്ങള് വീഡിയോ എടുക്കാനൊക്കെ പോകുമ്പേ ഇഷ്ടംപോലെ കാണാം എല്ലാ തോട്ടത്തിലും ചക്കയെല്ലാം. അപ്പൊ ഇതൊന്നും പറിക്ക പോലും ഇല്ല ആരും. ആർക്കും ഇത് ഉണ്ടാക്കാൻ ഇഷ്ടമില്ല, മടിയാണ് ഉണ്ടാക്കാനും. പിന്നെ ഇത് കയ്യിലൊക്കെ ഈ കറയെല്ലാം പറ്റി ഇങ്ങനെ ഇരിക്കണം. കത്തിയില് ഇതുണ്ടല്ലേ, കത്തിമേലൊക്കെ ഈ ചക്കേന്റെ കറ പറ്റും. എല്ലാവർക്കും മടിയാണ് മെനക്കെടാന്. കുറച്ച് കഷ്ടപ്പെട്ട് നമുക്ക് നല്ല നല്ല സാധനങ്ങൾ കഴിച്ചൂടെ അല്ലേ? ജാമൊക്കെ ഉണ്ടാക്കി വെച്ചാൽ കൊറേ നാള് നിക്കുകയും ചെയ്യും. നമുക്ക് ഇപ്പൊ ചക്കേന്റെ സീസൺ കഴിഞ്ഞാല് അന്നേരം നമുക്ക് ഈ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ, സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാല് നമുക്ക് അപ്പളൊക്കെ മീൻ വണ്ടി അതാ പോണേ. മീന് മേടിക്കണം വിചാരിച്ചെന്നിട്ടോ. മത്തിയല്ല നമ്മള് വാങ്ങാൻ വിചാരിച്ചത്. ഒരാള് നോക്കിയാ മെനക്കെട്ട് ചോള വറക്കുന്നുണ്ട് കേട്ടോ. അതിനൊക്കെ തിന്നണുണ്ട്. കിട്ടണില്ലേ? അതതിന്റെ ആ ചവണി ഇല്ലേ, ആ ചവണി ഇങ്ങനെ മാറ്റണം. ഇതിന്റെ ഈ ഓരോ ചവണി ഇങ്ങനെ എടുത്ത് മാറ്റിയിട്ട് വേണം ഇങ്ങനെ അടർത്തിയെടുക്കുക. ആണോ? ചക്ക എത്ര കഴിച്ചാലും നമുക്ക് ഒരു അസുഖം ഒരു വിഷയവും ഇല്ല. അത് ഗ്യാസ് കയറും, വയറ് വേനിക്കും. പക്ഷെ നമുക്ക് അത് കുറച്ച് ജീരകം തിന്നുക, അല്ലെങ്കിൽ ചൂടുവെള്ളം കുടിക്കുക ചെയ്താൽ മതി. പിന്നെ നമ്മളെ കഴിഞ്ഞ കൊല്ലം നമ്മളെ ഇവിടെ പാറപ്പള്ളിയിൽ നമ്മൾ ചക്ക മഹോത്സവം ഉണ്ടായിരുന്നല്ലോ. അന്ന് ശരിക്കും നമ്മൾ ഇതിനെപ്പറ്റി പഠിച്ചത്. ചക്ക കൊണ്ട് എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടാക്കാം, എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കാം. നമ്മക്ക് ആകെ അറിയാം ചക്കക്കൂട്ടാനും ചക്ക പിന്നെ അരിഞ്ഞ് വറക്കണതും ഇതൊക്കെയാണ് അറിയാം. ഈ ചക്ക പായസം, വരട്ടിയത്, ബിരിയാണി എന്ന് വേണ്ട എല്ലാ വിഭവങ്ങളും, കേക്ക്, 28 വിഭവങ്ങളാണ് അന്ന് നമ്മൾ അവിടെ കണ്ടതും കഴിച്ചതും കേട്ടോ. പല പല ആൾക്കാരും പല വിഭവങ്ങളാണ് കൊണ്ടുവന്ന അവിടെ നമ്മളെ എല്ലാരും കണ്ടു അല്ലേ. പായസം. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ചക്കക്കുരു കൊണ്ട് പായസം, ഒരു ഷെയ്ക്ക് ഉണ്ടാക്കി കാണിച്ചു തരാം. ഐസ്ക്രീമും കഴിച്ചു നമ്മളന്ന് അല്ലേ. പായസം ഒന്നും പറ്റിയിട്ടില്ല. അത് കയ്യിൽ എണ്ണ ആക്കിയതുകൊണ്ട് കറ പറ്റിയില്ല. ചക്കരക്ക് കയ്യെ പറ്റാക്കാൻ എണ്ണ ആക്കാം, അല്ലെങ്കിൽ മണ്ണെണ്ണ ആക്കാം. കത്തിയൊക്കെ കഴുകുമ്പോ മണ്ണെണ്ണ ഇട്ടിട്ട് കഴുകിയാൽ മതി. മണ്ണെണ്ണയും പിന്നെ സാധാ വെള്ളം അല്ലേ, പിന്നെ
ചേർക്കാം. ഉം. എണ്ണ പച്ചച്ചക്ക ആണെങ്കിൽ നല്ലോണം കറി ഉണ്ടാവും. ഇത് പഴുത്തില്ലേ, അതുകൊണ്ട് ഇല്ലാത്ത. ഫുള്ള് കറി ഉണ്ടാവും അല്ലേ? ചേത്തുമ്പോ നല്ല വെയിലാണ് കേട്ടോ, റൗണ്ടിൽ പെരും വെയിലാണ്. വെയിലത്തിരുന്നാണ് നമ്മളെ കലാപരിപാടികളെല്ലാം. ഈ അപ്പം ഉണ്ടാക്കിയാൽ ഒരു ദിവസം കൊണ്ട് അത് തീർക്കും. ശർക്കര നെയ്യും മതി. ശർക്കര കുറച്ചേറെ വേണം. രണ്ട് പാക്കറ്റ് മതി അല്ലേ? ഇങ്ങോട്ട് അരച്ചിങ്ങോട്ട് എടുത്ത് നല്ല മിക്സ് ആക്കിയിട്ട്, അരിയല്ല അരച്ചെടുക്കാം മിക്സിക്കകത്തിട്ട്. ഇനി അല്പം ഗാനമാവാം. ഇതിപ്പോ ഉണ്ടാകുവോ? ഇത് നമ്മളിപ്പോ തീറ്റാണ്. അപ്പൊ നമുക്ക് താഴെ പോയിട്ട് ഇതുകൊണ്ടുള്ള അടുത്ത പരിപാടികൾ നമുക്ക് കാണിക്കല്ലേ. ഇനി വരട്ടുന്ന സംഭവങ്ങൾ ആ വീഡിയോ അതൊന്ന് കാണിച്ചറിഞ്ഞിട്ടോ. അപ്പൊ നമുക്ക് നേരെ അടുക്കളയിലോട്ട് പോവാം. അപ്പൊ നമ്മള് ചക്ക എല്ലാം ചുള കുറച്ച് സെറ്റ് ആക്കി വെച്ചായിരുന്നല്ലോ നേരത്തെ. ഇനി അതിന് വരട്ടാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാ പറയണ്ടേ? ഇത് നല്ല ശർക്കര കേട്ടോ. ശർക്കര ഏകദേശം കുറച്ചധികം എടുക്കണം നമുക്ക്. അപ്പൊ അതിന് ശർക്കര ഉണ്ട്, പിന്നെ അതാ നെയ്യുണ്ട്. നല്ല നെയ്യ്, മിൽമേന്റെ നെയ്യാ. പിന്നെ തേങ്ങാക്കൊത്ത് വേണം, അത് നിർബന്ധമാണ്. ഒന്നെങ്കിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരി, അത് നിങ്ങളെ ഇഷ്ടത്തിന് കേട്ടോ. ഞാൻ അധികം ഉപയോഗിക്കുക തേങ്ങാക്കൊത്താണ്. അപ്പൊ തേങ്ങാക്കൊത്ത് വേണം. നല്ല നെയ്യിൽ ഇങ്ങോട്ട് മൂപ്പിച്ചെടുക്കണം, നല്ല മണം വരും. അപ്പൊ ആദ്യം ഞാന് ശർക്കര ഉരുക്കാൻ വെക്കട്ടോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാന് ചക്ക എന്ത് ചെയ്യാ, മിക്സിക്കകത്ത് അരച്ച് നല്ല പേസ്റ്റ് ആക്കിയിട്ട് എടുക്കും. ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ആദ്യം കുറച്ച് ശർക്കര അടുപ്പത്ത് വെക്കാം. ഇതാവണ ടൈമിൽ നമുക്ക് ചക്ക റെഡിയാക്കി അരച്ചെടുക്കാം. അപ്പൊ ഇതിപ്പോ എന്തേരാ ശർക്കര കുഞ്ഞാവ്യങ്ങൾ മേടിച്ചത്? ഇതിപ്പോ 1 കിലോന്റെ മേലെ ഉണ്ട് അല്ലേ? 1 കിലോ അല്ലേ? അപ്പൊ ഇത്രയും വേണം. കുറച്ചധികം മധുരം കുറച്ചധികം നിക്കണം. ശർക്കര നമ്മൾ കൂടുതൽ ചേർക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറെ ദിവസം കേടാവാതിരിക്കും. എത്ര ദിവസം വേണേലും നല്ല ഉണങ്ങിയ ഒരു കുപ്പിയിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാല് ഫ്രിഡ്ജിൽ വെക്കണേ ഫ്രിഡ്ജിൽ വെക്കാം അല്ലെ. അല്ലാത്തവര് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള നല്ല കഴുകി ഉണങ്ങിയ കുപ്പിയില് അങ്ങനെ എടുത്ത് വെക്കാം. ഫ്രീസറിലും വെക്കാം. ഫ്രീസറിൽ വെച്ചാൽ കല്ലായി പോലെടാ. അപ്പൊ ഞാനിപ്പോ ഏകദേശം 1 കിലോ ഫുള്ള് എടുത്തിട്ടില്ല, 1/4 കിലോ കാണുമായിരിക്കും കേട്ടോ. ഞാൻ അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിക്കണ്ടേ? ചരുവ് ഇത് മതി. അപ്പൊ കുറച്ച് വെള്ളം, അതിന് വേണ്ട കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പേൽ വെക്കാം. നല്ല രസമുണ്ട് അല്ലേ? നല്ലൊരു അങ്ങ് ദൂരം എവിടേക്കും കാണുന്ന അവരെ കുറെ ദൂരം വരെ കാണാം നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട്. ഈ പ്രദേശം മൊത്തം കാണാട്ടെ. ഈ ജനലിനകത്ത് തുറന്നിട്ട് കഴിഞ്ഞാല് ഇവിടെ പിന്നെ നല്ല തണുപ്പാണ്, നല്ല കാറ്റും. ഇവിടെ മുറ്റത്ത് തന്നെ നല്ല വലിയൊരു മാവുള്ളതുകൊണ്ട് തീ അങ്ങോട്ടും ഇങ്ങോട്ടും ആളും അവലെ. ചൂടത്ര ഉണ്ടാവില്ല, കാറ്റല്ലേ, കാറ്റിന് പാറണുണ്ട് കേട്ടോ. അതിലിരുന്നോട്ടെ. അത് അലുത്തലുത്തിന് അത്രേ ഉണ്ടാവുള്ളൂ. കുറച്ച് വെള്ളമല്ലേ ചേർക്കുള്ളൂ, അലുത്ത് കഴിഞ്ഞാൽ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഞാൻ വിചാരിച്ചതേ ആ മറ്റേ വേറെ കളർ ശർക്കര ഉണ്ടല്ലോ, ബ്രൗൺ കളറിലുള്ളേ, കട്ടി ബ്രൗൺ അല്ല കറുപ്പ് മരിക്കിരിക്കണം, അതാ ഞാൻ വിചാരിച്ചത്. ഇതാ ഒരു സൈസ് മഞ്ഞ കളർ മരത്തല്ലേ. കുറച്ചുകൂടി നല്ല എനിക്ക് തോന്നുന്നത് മറ്റേതാണെന്നാ. ഞാനത് അന്നേരം അങ്ങോട്ട് പറഞ്ഞില്ലേ. ഇതായാലും കുഴപ്പമൊന്നുമില്ല, വലിയ മാറ്റമൊന്നുമില്ല. നിറത്തിൽ കുറച്ച് മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ തോന്നുന്നുണ്ടോ. ടേസ്റ്റ് ഒക്കെ കണക്കായിരിക്കും. അപ്പൊ നമുക്ക് ഇത് അലുത്ത് വരുമ്പത്തേനും മിക്സിയിൽ അരച്ച് സെറ്റ് ആക്കി എടുക്കാം ചക്ക. നോക്കല്ലേ എന്നാല്. അപ്പം അത് ആക്കി കഴിഞ്ഞിട്ട് തേങ്ങാക്കൊത്ത് റെഡി ആക്കണം. ഓരോന്നാക്കാം. അപ്പൊ നമുക്ക് കറണ്ട് അഥവാ പോയിച്ചെങ്കിലോ അപ്പൊ അന്നേരത്തെ നമുക്ക് ചക്ക അരച്ചെടുക്കാം അല്ലെ. ബ്രെഡൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അത് നോക്കിയേ, ജാം ഇതായിട്ട് കഴിക്കാൻ വേണ്ടിട്ട് നല്ല സൂപ്പർ ബ്രെഡൊക്കെ മേടിച്ച് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അരക്കാൻ തുടങ്ങട്ടോ. ചുള പറിച്ചു വെച്ചു. ഇനി അത് അടർത്തി നമ്മള് കുരു എല്ലാം ഒഴിവാക്കി എടുക്കുകയാണ്. യെസ്, നന്നാക്കി വൃത്തിയാക്കി ചവണിയെല്ലാം കളഞ്ഞ് കുരുവെല്ലാം കളഞ്ഞ്. കൈ കഴുകിയതിന് പ്രശ്നമൊന്നുമില്ല. കൈ കഴുകിയ എന്താ കുഴപ്പം? കുഴപ്പമില്ല. കുറച്ചോളൂ കുറച്ച് ഹൈ സ്പീഡ് ആയിക്കോട്ടെ, എന്നാ വേഗം ആവും. പിന്നെ കറണ്ട് അഥവാ പോയിച്ചെങ്കിലോ. കുറച്ച് നേരത്തെ ഒന്ന് പോയി വന്നു. ശർക്കര ഇങ്ങനെ അലുത്ത് ഇറങ്ങിട്ടോ, കുറച്ച് അലുത്തു. പാത്രം നിറയണ്ടായിരുന്നു, പകുതിയായി. ശർക്കര നല്ലോണം ചേർക്കണം. മധുരം കുറച്ച് അധികമായിരിക്കും, എന്നാലും എത്ര തിന്നാലും ഒരു കുഴപ്പമില്ല. ചെറിയ കുട്ടികൾക്കോ വലിയ ആൾക്കാർക്കോ ഒക്കെ ആവശ്യത്തിനും അധികം ഒക്കെ കഴിക്കും, ഒരു അസുഖം വരൂല. കടയിൽ നിന്ന് വാങ്ങണ ജാമിന് പകരം വീട്ടിൽ തന്നെ ഇതേപോലെ ഉണ്ടാക്കാം അല്ലേടാ.
ഇതേ ശർക്കര നോക്കിക്കേ അലിഞ്ഞ് ഏകദേശമൊക്കെ ഇതായിട്ടോ. അത് അരിച്ചിട്ട് വേണം എടുക്കാൻ നേരം. അരിച്ചെടുത്തിട്ട് ബബിളൊക്കെ ബബിള് വരുന്നുണ്ട്. അപ്പൊ ഇതേ പറിച്ച് പിന്നെ എടുത്തുട്ടോ. ചുളയെല്ലാം നമ്മൾ പറിച്ച് റെഡിയാക്കി മിക്സിന്റെ ജാറിലൊക്കെ ഇട്ട് ഇനി ഒരു ഇറ്റ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. ഫുള്ള് അതിന്റെ ചവണിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് അപ്പൊ ഇതേ കുറച്ച് വെള്ളം ഒഴിക്കാം, കുറെ ഒന്നും വേണ്ട കേട്ടോ, ഒന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിട്ട്. പതുക്കെ വേണം അരയ്ക്കാന്. കുറച്ചുകൂടി അരയാനുണ്ട്, കുറച്ചുകൂടി കഷ്ണമുണ്ട്. ഇട്ടപ്പോ നിറയുണ്ടായിരുന്നു, ഇപ്പൊ കുറച്ചേ ഉള്ളൂ. ശർക്കര ഫുള്ള് അലിഞ്ഞിട്ടോ. അതെ പതഞ്ഞ് പോവോ? ഓഫാക്കാല്ലേ? ഓഫാക്കാം. ശർക്കര അല്ല ചക്ക ഫുള്ള് അരച്ചെടുത്ത് ഞാൻ. ഇനി ബാക്കി ഇനി അരക്കണേ, ഉണ്ടല്ലേ, നല്ല പേസ്റ്റ് ആക്കി എടുക്കണം. ഇനി ബാക്കിയും കൂടെ നമുക്ക് റെഡിയാക്കി എടുക്കാം. നല്ല രുചിയുണ്ടല്ലേ? ഇത് വെള്ളം കൊണ്ടേ എടുക്കും, കുറച്ച് മധുരമില്ല. ഇല്ലല്ലോ, മഴക്കാലാണെങ്കിലല്ലേ വെള്ളം കുടിക്കുക, മഴ അല്ലല്ലോ അതിന്. മധുരം ഇപ്പൊ പഴുത്ത് തുടങ്ങിയതല്ല, അതുകൊണ്ടാണ്. നാളത്തേനൊക്കെ വെച്ചായിരുന്നെങ്കിൽ നല്ലോണം പഴുക്കുമായിരുന്നു. കൊറേ ആൾക്കാർക്കൊന്നും ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കാൻ അറിയില്ല. നമ്മൾ തന്നെ അന്ന് ആ ചക്ക മഹോത്സവത്തിന് പോയതുകൊണ്ടാണ് അന്ന് ഈ സംഭവങ്ങളെല്ലാം കഴിച്ചോണ്ട് അറിയാൻ പറ്റിയത് കേട്ടോ. ഐസ്ക്രീമും എന്താ രസല്ലേ ചക്ക കൊണ്ട് ഉണ്ടാക്കിയ ഐസ്ക്രീമൊക്കെ. ബിരിയാണി ഇല്ല രസം ഉണ്ടായിരുന്നു. ചക്കേന്റെ ഈ കുരുവുണ്ടാവണ ഈ സാധനല്ലേ, ഈ ഒരു ഈ തൊലി ഇല്ലേ കുരുവുണ്ടാവണേ, ഇത് പൊരിക്കും. അതേപോലെ ഈ ചവണില്ലേ, ഈ നൂല് സാധനം, ഇത് പൊരിക്കും. എന്നിട്ട് ഇതൊക്കെ മിക്സർ ഉണ്ടാക്കുക, ചിപ്സ് പോലെ ഉണ്ടാക്കുക, പഴംപൊരി പോലെ പൊരിച്ചെടുക്കുക. എന്തൊക്കെയാ സാധനങ്ങൾ അറിയോ? ആദ്യമായിട്ട് കാണുക. അതുകൊണ്ട് അന്നങ്ങനെ പോയതുകൊണ്ട് ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഇതുകൊണ്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുമല്ലോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റി. അതുകൊണ്ടായി നമ്മളിങ്ങനെ ഉണ്ടാക്കണേ. പിന്നെ അച്ചാറ്, പഴുത്ത ചക്കയല്ല കേട്ടോ, പച്ചച്ചക്ക, നല്ല മൂത്ത പച്ചച്ചക്ക. എന്നിട്ട് അതുകൊണ്ട് അച്ചാറ്, ചമ്മന്തി, ചട്നി, പിന്നെ എന്തേന്നു അങ്ങനെ കൊറേ സാധനങ്ങള്. ഐസ്ക്രീം എന്താ ഇഷ്ടം? എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അതാ തോന്നുന്നുണ്ട് അല്ലേ? ഇനി ഇതിന്റെ തൊലി ഉണ്ടല്ലോ, ചക്കേന്റെ ആ തൊലി പുറമേ ഉള്ള ചക്കമടല്, അതിന്റെ ആ മുള്ളെല്ലാം ചെത്തി മാറ്റിയിട്ട് അതിന്റെ ആ തൊലിയെല്ലാം അതുകൊണ്ടൊക്കെ മസാലക്കറി, ചിക്കൻ കറി പോലെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തൊക്കെ സാധനമായിരുന്നു അന്ന്. ഇനി ചെറിയൊരു പണിയും കൂടി ഉള്ളൂ, തേങ്ങാക്കൊത്ത് റെഡി ആക്കണം. ഞാൻ നേരത്തെ ഒരു സാധനം കാണിക്കാൻ മറന്നുപോയി കേട്ടോ, ഏലക്കായ പൊടിച്ചത് വേണമായിരുന്നു. അത് ഞാൻ എടുത്തു വെക്കണമെന്നൊക്കെ വിചാരിച്ചു, മറന്നുപോയി. അപ്പൊ അതാ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഏലക്കായ പൊടിച്ചെടുക്കണം. അല്ലാതെ വെറുതെ ഇട്ട് കഴിഞ്ഞാൽ 2-3 എണ്ണായിട്ടൊന്നും പൊടിഞ്ഞു കിട്ടൂല. അപ്പൊ അതൊന്ന് പൊടിച്ചിട്ട് കൊണ്ടുവരാം. എന്നിട്ട് നമുക്ക് ഇനി ഇതിന്റെ പരിപാടി തുടങ്ങായി. അപ്പൊ നീ അരച്ചു കൊണ്ടുവരുമോ? ഞാൻ തേങ്ങാക്കൊത്ത് റെഡിയാക്കിക്കൊണ്ടിരിക്കണേ. നല്ല കുനാന്നായിട്ട് അരിയണം, അധികം കട്ടിയില്ലാതെ അരിഞ്ഞെടുക്കാം. അതാകുമ്പോ കഴിക്കാനൊരു, അല്ലെങ്കിൽ വലിയ വലിയ പീസ് കഴിക്കണ രസം ഉണ്ടാവില്ല. നിന്റെ വകയാണോന്ന്? അപ്പൊ തീ കത്തിച്ച് ചട്ടി അടുപ്പ് വെച്ചു. ഇനി ചട്ടി ചൂടായിട്ട് നമുക്ക് നെയ്യ് ചേർക്കണം കേട്ടോ. ഒരു സ്പൂൺ എടുത്ത കുഞ്ഞാവേ, നല്ല മിൽമ നെയ്യ്. ഏതേലും ഒന്നും മതി, നനയ്ക്കല്ലേ, നനച്ചാല് ഇതിലിടാൻ പറ്റൂല. നെയ്യ് വേറെ എടുക്കണല്ലേ? എടുത്തോ. നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് ഈ തേങ്ങാക്കൊത്ത് മൂപ്പിച്ചെടുക്കാട്ടോ. എല്ലാത്തിലും വെള്ളം ഉണ്ട്. കുഴപ്പമില്ല, ഞാൻ ഇളക്കും. ഓ ഭാഗിച്ചു. അപ്പേ നല്ല നെയ്യ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. റിമോട്ട് അവിടെ എങ്ങാനും കാണും, എനിക്ക് അറിയില്ലടാ. നെയ്യ് കുറച്ചധികം വേണം. നെയ്യാണ് ഇതിന്റെ മെയിൻ ഘടകം, ഇത് വരട്ടിയെടുക്കണമെങ്കിൽ. ഇനി വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കട്ടോ. അപ്പൊ തൽക്കാലം അത് മതി. ഇത് മറിഞ്ഞ് മേത്തോട്ടാവണ്ട. പൊള്ളൊന്നുമില്ല, അങ്ങനെയൊന്നും പൊള്ളൂല. ചൂടായിട്ടോ, നെയ്യ് ചൂടായി. തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കണം.
ഞാൻ എടുക്കാം. എടുക്കട്ടെ. ഒറ്റ മിനിറ്റ് ഇപ്പൊ തരാം. തേങ്ങാക്കൊത്ത് ഇട്ടു. നാളേക്ക് ഇങ്ങനെ ഇളക്കണം. ഒരു പീസ് വലുതുണ്ടായിരുന്നല്ലോ ഇതില്. കേട്ടോ തലയിൽ നോട്ടല്ലേ. ഞാൻ എടുക്കും. ഇങ്ങനെ നീ ഇളക്കുന്ന അങ്ങോട്ട് ഇത് തിരിച്ചു. ഇത് ഞാൻ പിടിച്ചോളാം. ചട്ടി ഞാൻ പിടിച്ചോളാം. പതുക്കെ ആക്കണം. പഠിക്കണം ഇതൊക്കെ ഉണ്ടാക്കി. എന്നാ വലിയതാവുമ്പോ ഇതുപോലെ ആക്കലില്ലേ? ഞങ്ങള് വലുതായി ഞങ്ങൾക്ക് വയസ്സൊക്കെ ആവുമ്പോ ചിലപ്പോ ഇതേപോലൊക്കെ ഉണ്ടാക്കി തരണട്ടെ ഞങ്ങക്ക്. നീയും കിച്ചും കൂടെ രണ്ടാളും ഇരുന്ന് നന്നാക്കിട്ട്. ഞാൻ പുളിച്ചയൊക്കെ ആക്കൂലേ? ഗ്യാസ് ഓണാക്കി തരും, ഞാൻ പുളി ഉണ്ടാക്കും. നിനക്കിഷ്ടാണോ അതേപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാന്? നിന്റെ കൂട്ടുകാരൊക്കെ അതുപോലെ ഉണ്ടാക്കലുണ്ടോ? അല്ലേ? തോന്നണേ ആരും പറഞ്ഞിട്ടില്ല. വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടാക്കി പഠിക്കണം കേട്ടോ. എണ്ണ തെറിക്കുണ്ടോ? കുറച്ചിട്ട് കുറച്ചൊന്നിട്ട് ചുമന്ന കളറായി വരട്ടെ. കളർ മാറാൻ തുടങ്ങിയാണ്ടോ? ബ്രൗൺ കളർ ലൈറ്റ് ആയിട്ട് കളർ മാറി. കുറച്ചുകൂടി കളർ ആവട്ടെ. ഇച്ചോ അവന്റെ പണിയായിട്ട് പോയിട്ടോ. ടിവി കാണാൻ പോയതാ? റിമോട്ട് അയച്ചത്. ടിവിന്റെ റിമോട്ടാണോ കാറിന്റെ റിമോട്ടാണോ? ടിവിന്റെ. അപ്പൊ ഏകദേശം ഇറക്കാനൊക്കെ ആയി. നല്ല മണം വരുന്നുണ്ട്. നെയ്യിലാക്കുമ്പോ അതിന്റെ നെയ്യിന്റെ ആ ഒരു മണവും, നെയ്യ് മൂക്കുമ്പോ ഒരു പ്രത്യേക മണല്ലേ. പിന്നെ ആയിക്കൂടെ ഈ തേങ്ങാക്കൊത്തിന്റെ ആ ഒരു മൂത്ത മണം കൂടെ നമ്മൾ വരുമ്പോണ്ടല്ലോ, വാവ് വെക്കൂട്ടോ. അപ്പൊ നമ്മളെ പാകത്തിനുള്ള കളറായിട്ടുണ്ട്. കണ്ടില്ലേ? ഇത്രയൊക്കെ ആയാൽ മതി. ഇതിപ്പോ ആവശ്യത്തിന് മൂപ്പായിട്ടുണ്ട്. ഇനി ഒരുപാട് അങ്ങോട്ട് മൂത്ത് കരിഞ്ഞ് ഇതാകണ്ട. അപ്പൊ ഇത്രയായിട്ടുണ്ട്. ഇത് ഇവിടെ നിക്കട്ടെ. ഇനിയാണ് അടുത്ത നമ്മളെ മെയിൻ ഘടകം എന്താണ് വെക്കാണ് കേട്ടോ. അരച്ച ചക്ക അടുപ്പത്തേക്ക് വെക്ക. ചക്ക ഇളക്കിക്കോ. അപ്പൊ ഇതിനകത്തോട്ട് ഒഴിക്കാണ്. ചക്കക്കകത്തോട്ട് ഒഴിച്ചു. ഇതിവിടെ ഇരിക്കട്ടെ. പൊള്ളരുത് കേട്ടോ. ഇനി അടുത്തത് വേണ്ട സാധനമാണ് നമ്മളെ അടുത്ത ഘടകമായിട്ടുള്ള ശർക്കര പാനിയാക്കിയത്. ഫുള്ള് അലുത്തിട്ടുണ്ട്. ചെറിയ ചൂടുണ്ടല്ലേ? കൈ പൊള്ളുവോ? അരിച്ചിട്ട് ഒഴിക്കണം, അല്ലെങ്കിൽ അതിൽ കരടുണ്ടാവും. പൊടിയൊക്കെ ഉണ്ടാവില്ലേ? അങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. കരടുണ്ടാവും. ഫുള്ള് അടി വരെ ഒഴിക്കരുത്. ഇതുണ്ടോ കരട് നോക്കി. ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും ശർക്കരയില്. അതാണ് നമ്മൾ അരിച്ചൊഴിക്കണത്. തവി. ഇനി അടുത്തത് വേണ്ട സാധനമാണ് നമ്മള് ഏലക്ക പൊടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അത് കുറച്ചിട്ട് ഇളക്കി കൊടു. ഇത് മൊത്തം അങ്ങോട്ട് ഇടാം. നല്ല മണം വരും കേട്ടോ. ഏലക്ക പൊടിച്ച ഇടാണ്. ഒരു 4-5 ഏലക്ക എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ കേട്ടോ. കുറച്ച് പഞ്ചസാരയും കൂട്ടിയിട്ട് അങ്ങോട്ട് പൊടിച്ചു. അപ്പൊ തന്നെ നല്ല മണം വരും നമുക്ക്. ഏലക്കേന്റെ ആ ഒരു മണവും നെയ്യ് ആ തേങ്ങ മൂപ്പിച്ചിട്ട് ആ മണവും. നല്ല മണം വരുന്നുണ്ട് അല്ലേ? ഇനി വേറൊന്നും പ്രത്യേകിച്ച് ആഡ് ചെയ്യാനില്ല. ഇനി നമുക്ക് വരട്ടിയെടുക്കണ അതിനനുസരിച്ച് നമുക്ക് കുറച്ചുകൂടി നെയ്യ് ചേർത്ത് കൊടുക്കേണ്ടി വരും. നെയ്യ് കുറച്ചധികം ചെലവുണ്ടാവും. നല്ല ക്രീമി ആയില്ലേ? വാവ് ആയിട്ടുണ്ട്. എങ്ങനെയായിട്ടുണ്ട്? വാവ് ആയിട്ടുണ്ട്. നല്ലോണം ഇളക്കി കൊടുക്കണം. ഇളക്കലാണ് ഇതിന്റെ മെയിൻ സംഭവം. ഇപ്പൊ നമുക്ക് ഈ തവി കൊണ്ട് ഇളക്കാട്ടോ. കുറച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഇളക്കൽ നടക്കൂല. അന്നേരം ചട്ടുക മണം. പിന്നെ ഇത് ഇങ്ങനെ പൊട്ടി ഇങ്ങനെ തെറിക്കാൻ തുടങ്ങും. ഇളക്കുമ്പോ തിളയ്ക്കാൻ തുടങ്ങും. ഇപ്പൊ തിളയ്ക്കാൻ തുടങ്ങിയിട്ടില്ല. ഇങ്ങനെ ചൂടായി വരുന്നുണ്ടോ? ബബിൾ ഇങ്ങനെ ഒരു ഇതുണ്ടോ? ഇളക്കം നോക്കി. ഞാൻ ബബിൾ ഇങ്ങനെ വന്നിങ്ങനെ പൊട്ടി തെറിച്ചോണ്ടിരിക്കും. അപ്പൊ നമ്മള് ഇളകുമ്പോ നമ്മളെ മേത്തേക്കൊക്കെ തെറിക്കും. ഇങ്ങനെ എനിക്ക് കണ്ടോ എവിടെയൊക്കെ ഇളക് കണ്ടോ? തിളച്ച് വരുന്നുണ്ടോ?
രുചികരമായിട്ട് കഴിക്കാമെങ്കിലും ഉണ്ടാക്കാൻ കുറച്ച് റിസ്ക് ആണ്. അതെ, കുറച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി നമുക്ക് കൊറേ സമയം തിന്നാം. അപ്പൊ തന്നെ വായില് വെള്ളം വരുന്നുണ്ടല്ലേ? ഞാൻ കാണുന്നുണ്ട്. നിനക്ക് അത്രക്ക് ഇഷ്ടമാണോ ഇത്? ഇച്ചിരി രുചി നോക്കണോ? എന്താ ചൂടാണ്, അല്ലെങ്കിൽ നേരത്തെ പുളി ഞാൻ ശർക്കര ഇട്ടപ്പോ ചക്കതേ ഒരു പീസിൽ അറിയാതെ നോക്കി സാറില്ലല്ലേ? അത് അത് കളയണ്ട, അതിനകത്ത് ഇരുന്നോട്ടെ. നല്ല നല്ല ചക്കയാണ്. കിച്ചുവിനെ കാണാനല്ല, അതിലെ പോയ ഒരു പിടുത്തമില്ല. ഒന്നെങ്കിൽ TV കാണുമായിരിക്കും, അവിടെ എന്തെങ്കിലും പരിപാടി ആയിരിക്കും. അങ്ങനെ ഇളക്കി നോക്കി. കട്ട പിടിക്കാൻ തുടങ്ങി. കിച്ചുവോ ഒളിച്ചിരിക്കുക? നല്ല മണം വരുന്നുണ്ടല്ലേ? പായസത്തിന്റെ ഒക്കെ ഒരു മണം വരുന്നില്ലേ? ഇനി അതിനകത്ത് ആ വെള്ളത്തിന്റെ അംശമൊക്കെ കുറച്ച് വരട്ടി ഇങ്ങോട്ട് എടുക്കണം നമ്മള്. വെള്ളം നമ്മള് ചക്ക അരച്ചപ്പോ ലേശം വെള്ളം ചേർത്തിരുന്നു. അടിയിൽ അങ്ങനെ കുടിക്കൊന്നുമില്ല, അടി ചേർത്ത് ഇളക്കിയാൽ മതി. നെയ്യ് ഇനി ഒഴിക്കണം, കുറച്ചുകൂടി ഒഴിക്കണം. എനിക്ക് നല്ല തിക്കായിട്ടുണ്ട്, നല്ല ഗോൾഡ് കളർ ആയിട്ടുണ്ട്. കുറച്ച് കഷ്ണം അരയാതെ കിടക്കുന്നുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഫുള്ള് അരഞ്ഞാ കുറച്ചുകൂടി വൃത്തിയാവും അല്ലേ? നമുക്ക് പിന്നെ നേരമില്ലാത്തോണ്ട് നമ്മൾ പെട്ടെന്ന് അരച്ചെടുത്താണ്. അരഞ്ഞാലും അരഞ്ഞില്ലേലും ഈ ഒരു സാധനം കഴിച്ചു നോക്കി, അതിന്റെ ആ ഒരു ഇറ്റ് കഴിച്ചു നോക്കി, അതിന്റെ ആ ടേസ്റ്റ് കിട്ടിയാണ്ടല്ലോ മറക്കാൻ പറ്റാത്ത ടേസ്റ്റ് ആണ് അതിൻ്റെത്. കണ്ടോ, തിളച്ച് പൊട്ടത് കണ്ടോ? ഞാൻ മേത്തേക്ക് തെറിക്കും ചിലപ്പോ. കണ്ടോ, അതിന്റെ ആ വെള്ളത്തിന്റെ അംശം വറ്റാണത്. കണ്ടോ കണ്ടോ ഈ തിളക്കുന്ന സൗണ്ട്, കളകളാ സൗണ്ട് കേട്ടോ ഇല്ലേ? ബബിള് ഇങ്ങനെ വന്ന് പൊട്ടുമ്പോ അതിന്റെ ആ എണ്ണ വെള്ളം മേത്തേക്ക് അതിന്റെ ആ വെള്ളത്തിന്റെ അംശം പൊട്ടി പോണതായിരിക്കും. ഇച്ചിരി വേണോ രുചി നോക്കാൻ? നല്ല ക്രീമി. കുറച്ചെടുക്കണല്ലോ കേട്ടോ, അല്ലേ പെട്ടെന്ന് ചൂട് പോവില്ല. എനിക്ക് ചാടണ തന്നെ കണ്ടോ, അങ്ങനെ കണ്ടോ കുറുകി കാണിച്ചരാം. നോക്കോ, ഇങ്ങനെ പതുക്കെ ചാടുള്ളൂ, പശ പോലെയൊക്കെ ഉണ്ടോ ജാമായിട്ട്. കുറച്ചിച്ച കഴിക്കണം, ചൂട് പോയിട്ട് പൊള്ളും. ശർക്കര ചേർത്തോണ്ട് നല്ല ചൂടാവും. കുറുകി വരാൻ തുടങ്ങിട്ടോ, നോക്കി നല്ലോണം കുറുകി വരാൻ തുടങ്ങി. മധുരണ്ടോ? അതോ നോക്കിയാല് ജെല്ല് പോലെ ആയിട്ടുണ്ട് കേട്ടോ. അത് നോക്കി കേട്ടോ, കട്ടിയായിട്ട് ജെല്ലായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ കൂടി വരാൻ തുടങ്ങിട്ടോ. ഇത്ര പോരാ, കുറച്ചുകൂടി ആവണം. നല്ലോണം വറ്റി ഇങ്ങോട്ട് വരട്ടെ. ഇറക്കം കൂടി ഇതേപോലത്തെ എന്താ പറയാ സംഭവങ്ങളൊക്കെ അറിയാത്ത ആൾക്കാർക്കും വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം നമ്മളിത് രുചിച്ച് നോക്കിക്കൊണ്ടാണ്, നമുക്ക് ഇതിന്റെ ഒരു ടേസ്റ്റ് അറിഞ്ഞുകൊണ്ടാണ് നമ്മളിപ്പോ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരുന്നത്. അപ്പൊ അറിയാത്ത പലർക്കും വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അറിയുന്നവരുണ്ടെങ്കിൽ ക്ഷമിക്കട്ടോ, ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊന്നും പറയരുത് കേട്ടോ. അപ്പൊ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കും വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മളിത് ഉണ്ടാക്കി കാണിക്കുന്നത്. ചിലർക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ അറിയായിരിക്കും. അതോ അതൊക്കെ ആഹാ എന്നിട്ട് കാണിച്ചരാ നോക്കട്ടോ. അങ്ങനെ കുറുകി ഇങ്ങനെ ചാടണം, ജാമു പോലെ. കഴിച്ചോക്കിയാലോ? കുറച്ച് കഴിച്ചോട്ടെ കേട്ടോ, ചൂടായിരിക്കും.
നല്ല രസമുണ്ടല്ലേ? നോക്കട്ടെ നോക്ക്. എന്താ രസം, നല്ല തേന് പോലെ മധുരം, നല്ല ക്രീമി അല്ലേ? എന്താ രസം. ഉണ്ടാക്കി നോക്കണം കേട്ടോ. കുറച്ച് മെനക്കെട്ടാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പഴുത്ത ചക്ക തിന്നതിനേക്കാളും രസാണ്. നല്ല രസമുണ്ടല്ലേ? എടാ കിച്ചു, ഇതിപ്പോ ആള് വരുമ്പോഴത്തേനും നമ്മള് തിന്ന് തീരുവോ അല്ലേ? എന്താ രസം എന്നറിയോ? കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കട്ടെ കേട്ടോ. നെയ്യ് കുറച്ചുകൂടി ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി പെട്ടെന്ന് കുറുകി കിട്ടും. പെട്ടെന്ന് കുറുകി വരും. തീർത്തെന്ന് പറഞ്ഞാൽ ഇതിന് നെയ്യ് നല്ലോണം വേണം. ഇത് കുറച്ച് എടുത്താ പോരാ. ഇങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ നെയ്യ് വേണം. അപ്പോഴേ അതിന്റെ ടേസ്റ്റ് വരുള്ളൂ. ഈ നെയ്യും സാധനങ്ങളാണ് ഇതിന്റെ രുചി കൂട്ടുന്നത്. ഇതിപ്പോ ഞാൻ കുറച്ചെടുത്തിട്ടുള്ളൂ. അന്നേരം തികയോ? നോക്കിക്കേ, ഇത് വരട്ടിങ്ങനെ വരും. നല്ല രസാണേ. ചെലവുണ്ട്. നമ്മള് സാധനങ്ങൾ ചെലവാക്കണ അനുസരിച്ചാണ് അതിന്റെ രുചിന്റെ പവർ ഇരിക്ക. ഇത് നോക്ക്, ഗിവ് മീ പ്ലീസോ. ഇത് ആയി വരുമ്പത്തേന് ചട്ടി പകുതിയോ. നോക്ക്, ഇത് നിങ്ങള് വിചാരിക്കണ മാർക്കല്ല. കുറച്ച് നെയ്യ് സാധനം ചെലവാക്കിയാലേ. ഇത് പണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും ഇട്ടിട്ടില്ല നമ്മള്. അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ കടിക്കാണ്ടാവുമ്പോ രസം ഉണ്ടാവും. അടിയിൽ ഇങ്ങനെ പിടിക്കല്ല, ഇങ്ങനെ കുറുകി വരാൻ തുടങ്ങി. എനിക്ക് ഈ കുറച്ചിടാഞ്ഞ് ചെറിയ ടീ മതി. ഇങ്ങനെ കടന്നിങ്ങട്ട് ആയി വന്നാണ്ടല്ലോ. ഇതിപ്പോ എത്ര ദിവസത്തിന് ഉണ്ടാവുകയാവല്ലേ? ഇതൊന്നും വൈകുന്നേരം ആകുമ്പോഴത്തേന് തീരൂലേ? തീരുമാനാക്കി തരൂലേ? രസമുണ്ടോ? എന്നിട്ട് ഒരു അഭിപ്രായം ഇങ്ങോട്ട് വരുന്നില്ല, പുറത്തേക്ക് ഇങ്ങോട്ട് വരുന്നില്ല. ഞാനവിടെ ഇപ്പം പുതപ്പിന്റെ അടിയിലാണ് വിചാരിച്ചത്. ഞാൻ ആ പുതപ്പിന്റെ അടിയിൽ പുതപ്പൊക്കെ പോയി ചവിട്ടി നോക്കി. അതിനകത്തില്ല. ഇത് പൂച്ചക്കുഞ്ഞല്ലേ, കുറിഞ്ഞിപ്പൂച്ചയാണിത്. എന്നാലും നമുക്കിത് ഓഫാക്കിയാലോ? ഇപ്പൊ നല്ലോണം ആയിട്ടോ. ഇനി ചൂട് പോയാൽ ചിലപ്പോ നല്ലോണം കട്ടിയായി കിട്ടും. നോക്കിയേ, ഇപ്പൊ ഇങ്ങനെ ചാടാൻ തുടങ്ങി കേട്ടോ. ടൈറ്റായി. ചൂട് പോയാൽ ചിലപ്പോ നല്ലോണം കട്ടിയായി കിട്ടും. ഇനി തീയാണ്ട് ഓഫാക്കിയാലോ? ഹലുവ ആക്കണമായിരിക്കേ തിക്കായി വന്നല്ലോ. നേരത്തെ നല്ലോണം ലൂസ് ചെയ്യുന്നു. അപ്പൊ എന്നാ തീ ഓഫാക്കാണ്. അപ്പൊ ഇതിന്റെ ഏകദേശം പരിപാടികൾ അവസാനിച്ചിരിക്കുന്നതായിട്ട് ഞാൻ അറിയിക്കുകയാണ്. അപ്പൊ ഇതിന്റെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ. ഉണ്ടാക്കിയവരുണ്ടെങ്കിൽ ഒരു കമന്റ് ചെയ്യണം. കഴിഞ്ഞ കൊല്ലം ഉണ്ടാക്കിയാണോക്കെ പറഞ്ഞാണ്ട്, കഴിഞ്ഞ കൊല്ലത്തെ നമ്മളെ ചക്ക കൊണ്ട് ഉണ്ടാക്കിയതാന്നൊക്കെ പറഞ്ഞ് വീട്ടിലെ ഗസ്റ്റ് ഒക്കെ വരുമ്പോ ഉണ്ടാക്കി കൊടുത്താണ്ടല്ലോ വീട്ടിലെ സാധനമായിരിക്കും. നമുക്ക് ജാമൊക്കെ കൂട്ടി തിന്നാണ്ടല്ലോ. ഈ ഒരു ജാമും കൂട്ടി തിന്നാണ്ട് കാണിച്ചു കൊടുത്താ എന്താ ടേസ്റ്റ് അറിയോ? ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര രുചിയാണ് ഇതിന്. അത്ര നിസ്സാരാക്കി കളയാൻ പറ്റൂല. അപ്പൊ എവിടെയോ മൂലയില് പോയി ഒളിച്ചിരുന്ന ചെക്കൻ അപ്പൊ അവിടെ വന്നിരുന്ന് പാവായിട്ട് ഇരിക്കണോയ്ക്ക്. അപ്പൊ ഞാൻ അത് ഓഫാക്കുക കേട്ടോ. ചക്ക വരട്ടിയതിന്റെ പണികൾ അവസാനിച്ചിരിക്കുന്നതായിട്ട് ഞങ്ങൾ അറിയിക്കുകയാണ്. എല്ലാരും മറക്കാതെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനിയും വേണം. നമുക്ക് അവിടെ കാഞ്ഞങ്ങാട് ടൗണിൽ പോയിട്ട് അവിടെ എവിടെയും പോയിരുന്നാണ്ട് ആക്കിയാലോ? വന്നിട്ട് വിറ്റാ മതില്ലേ? വാവ് വെക്കും.
കഴിക്കുന്നവര് വീണ്ടും വീണ്ടും ചോദിച്ചു വരും. ഇടുക്ക് കുറ്റിന്നാ പോവാ നമുക്ക്. ഗ്യാസ് ഒക്കെ എടുത്തോ പോവാ വണ്ടിയിൽ വെച്ചോ പോകലേ. അപ്പൊ എന്നാ ഞാൻ തീ ഓഫാക്കുക കേട്ടോ. അപ്പൊ നമ്മളെ ചക്ക വരട്ടിയത് റെഡിയായി. ഇന്ന് നോക്കിക്കേ, കൊറേ ചുരുങ്ങി, കൊറേ ഉണ്ടായിരുന്നു സാധനം. സംഭവം സെറ്റായി. ഓഫാക്കാണ്. ആഹാ, അത് നോക്കി രസമുണ്ടോ? അപ്പൊ ജാമാക്കി ബ്രെഡിലാക്കി തിന്നാണ്. ഇത് അടുത്ത ആള് എടുക്കണുണ്ടോ? ബ്രെഡൊക്കെ അതിന് മേടിച്ചോണ്ടോന്നാട്ടോ. ജാമൊന്നും പുറത്ത് പോയി വാങ്ങണ്ട അല്ലേ, വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പൊ ഞാൻ തീ ഓഫാക്കുക. ഇത്ര മതി. ഇനി ചെലപ്പോ കുറുവായിരിക്കും. കണ്ടില്ലേ, അത്രേ. ഇതിങ്ങനെ ഇങ്ങനെ കൂടി കൂടി വരും. കണ്ടോ? നമ്മള് വീഡിയോ മറക്കാതെ ഷെയർ ചെയ്യണം കേട്ടോ. സാധനമാണ്. നിങ്ങൾ അച്ഛനോടും അമ്മേനോടൊക്കെ ഉണ്ടാക്കി തരാൻ പറയാൻ നല്ല ടേസ്റ്റും കൂടിയാണ്. പറയടാ. അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് അടിച്ചു പൊട്ടിക്കല്ലേ. അപ്പൊ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.